Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1.5 കിലോഗ്രാം വെയിറ്റ് വരുന്ന സ്പൈഡർമാൻ തീമിലുള്ള ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കേക്കിലേക്ക് സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിനു മുൻപ് ഞാൻ സ്പോഞ്ച് കേക്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 6 മുട്ട വെച്ചിട്ട് ഒരു 9.5 ഇഞ്ചിന്റെ കേക്ക് ടിന്നിൽ ചെയ്തിട്ടുള്ള കേക്ക് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 9.5 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിൽ ചെയ്തിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തണുത്തിട്ട് കേക്ക് ഇതേപോലെ ഒന്ന് 3 ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. ഈ ഒരു കേക്ക് നല്ല ഹൈറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരു 4 ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 ആയിട്ട് മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഫസ്റ്റ് പീസ് കേക്കിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് 1/2 കപ്പ് പഞ്ചസാര കൂടി മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് തണുത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്കിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ക്രീം നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുക ഇതിൻ്റെ അകത്ത്. ഞാനിപ്പോൾ ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്ട്രോബെറി ക്രഷോ ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെ ക്രഷ് ഉപയോഗിക്കാം. ചെറി കട്ട് ചെയ്തിട്ട് ചേർക്കാം. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ ഇതിലേക്ക് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പീസ് കേക്ക് വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ക്രം കോട്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് അതും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് നനച്ചു കൊടുക്കാം. മുകളിലും സൈഡിലൊക്കെ ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് ഒന്ന് ഫ്രീസറിൽ ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കുള്ള ലാസ്റ്റ് ബ്ലൂ കളറിലെ ക്രീം കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആവാതെ തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിലേക്ക് ഒരു 10-15 മിനിറ്റ് വെക്കുന്നുണ്ട്. മൊത്തത്തിൽ ക്രീം കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കരുത്. ഇതിപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കേക്ക് ബോർഡിലേക്ക് കേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറമേയുള്ള ബ്ലൂ കളറിലുള്ള ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടാണ് ഇങ്ങനെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്ക്രേപ്പർ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. മുകളിലും സൈഡിലുമൊക്കെ ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ നന്നായിട്ട് ലെവലായിട്ട് തന്നെ കിട്ടും. ഇടയ്ക്ക് ടവൽ വെച്ചിട്ട് ഇത് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ഒന്ന് തുടച്ചിട്ട് വേണം, സ്പാച്ചില തുടച്ചിട്ട് വേണം ഇത് ഷാർപ്പ് എഡ്ജ് ആക്കി എടുക്കാനായിട്ട്. ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് നാളെ രാവിലെയാണ് ഇതിൻ്റെ മുകളിലായിട്ടുള്ള ഡെക്കറേഷനൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്ന ഫോണ്ടൻ്റൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇതേപോലെ പേപ്പറിൽ സ്പൈഡർമാൻ്റെ ഫേസും ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കണ്ണ്, സ്പൈഡർമാൻ്റെ ആ ഒരു കണ്ണ് കൊടുക്കാനായിട്ട് 2 പേപ്പർ ചെറുതും വലുതുമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ വലിയ പേപ്പർ ബ്ലാക്ക് കളറിലും ചെറുത് വൈറ്റ് കളറിലും കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്.
ബ്ലാക്ക് കളറിലുള്ള ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോണ്ടൻ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ച് CMC പൗഡറോ ടൈലോസ് പൗഡറോ മിക്സ് ആക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് ഗം പേസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരെ നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് പരത്തിയിട്ട് തന്നെ കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ ഈ ഒരു ബിൽഡിങ്ങും സ്പൈഡർമാൻ്റെ ഫേസും ഒന്നും ഡ്രൈ ആക്കി കൂടുതൽ നേരം വെച്ച് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഇത് കിട്ടാനായിട്ട് അതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ബിൽഡിങ്ങൊക്കെ വെക്കുന്നുള്ളൂ. മൊത്തത്തിൽ വേണമെങ്കിലും അങ്ങനെ കവർ ചെയ്തെടുക്കാം. അടുത്തതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. യെല്ലോ കളറിലുള്ള ഗം പേസ്റ്റ് വെച്ചിട്ട് ഇതേപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി സ്പൈഡർമാൻ്റെ ആ ഒരു കണ്ണിൻ്റെ ആ വലിയ പീസ് വെച്ചിട്ടാണ് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അതിലേക്ക് വയ്ക്കാനായിട്ട് വൈറ്റ് കളറിലുള്ള ഗം പേസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബിൽഡിംഗ് ഒക്കെ ഈ ഒരു കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. റെഡ് കളറിലുള്ള ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അതിനി റൗണ്ടിൽ ആ ഒരു ഫേസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ കണ്ണും കറക്റ്റ് ആ ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കണ്ണിൻ്റെ സൈഡിൽ നിന്ന് താഴേക്ക് ഇതേപോലെ ബ്ലാക്ക് കളറിലുള്ള ഫോണ്ടൻ്റിൻ്റെ പീസ് വെച്ചിട്ട് ഒരു നീളത്തിൽ കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ വേണ്ട, ആ കണ്ണിൻ്റെ അവിടെ സൈഡിൽ നിന്ന് താഴേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും സ്റ്റാർ വെച്ചിട്ട് സൈഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്കിലേക്ക് ഒരു സ്പൈഡറിനെ വെച്ച് കൊടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് അളവിൽ ബ്ലാക്ക് കളറിലുള്ള ഫോണ്ടൻ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്പൈഡറിൻ്റെ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 8 ഒരു ലെഗ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ കണ്ണിൻ്റെ ഭാഗം രണ്ട് സൈഡിലും അടയാളപ്പെടുത്തിയിട്ട് ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വൈറ്റ് കളറിലുള്ള ഫോണ്ടൻ്റാണ് വെച്ച് കൊടുക്കുന്നത്. ചെറിയതായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. നെയിം എഴുതാനുള്ളതൊക്കെ ഒന്ന് ഫോണ്ടൻ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആൽഫബറ്റ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ബ്ലൂ കളറിലുള്ള വിപ്പിംഗ് ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് റെഡ് കളറിലുള്ള വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ഭംഗി. ഞാൻ പിന്നെ ബ്ലൂ കളറിലുള്ള ക്രീം ഉള്ളതുകൊണ്ട് ആ ഒരു കളറാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ഡാർക്ക് ബ്ലൂ കളറിൽ കുറച്ച് പഞ്ചസാരയിലേക്ക് ഡാർക്ക് ബ്ലൂ കളർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ സൈഡിൽ അങ്ങിങ്ങായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിലേക്ക് 1/3 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് നന്നായിട്ട് മൈക്രോവേവ് ചെയ്തിട്ടാണ് ഒരു ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കുന്നത്. ഇത്രയും ഇതിലേക്ക് ആവശ്യമില്ല, ഞാൻ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പകുതി അളവിൽ ചെയ്തെടുത്താൽ മതി നിങ്ങൾ ചെയ്യുമ്പോൾ. നന്നായിട്ട് ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ടാണ് ആ ഒരു സ്പൈഡർമാൻ്റെ ഫേസിലേക്ക് ഇത് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ കേക്കിൻ്റെ സൈഡിലൊക്കെ പേര് എഴുതി വെച്ചിട്ടുള്ളത് വെച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ അതങ്ങ് സ്റ്റിക്കായിട്ട് ഇരുന്നോളും. സൈഡിൽ സ്പൈഡറിനെയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കേക്കിൻ്റെ മുകളിൽ സ്പൈഡർമാൻ്റെ ആ ഫേസിൽ ചോക്ലേറ്റ് ഗനാഷ് പൈപ്പ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതേപോലെ ആദ്യം സെൻറ്ററിലൂടെ ഇങ്ങനെ ഒന്ന് പൈപ്പ് ചെയ്തിട്ട് സൈഡിലെല്ലാം നന്നായിട്ട് തന്നെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് നന്നായിട്ട് ഒന്ന് തണുത്തിട്ട് നമ്മൾ പൈപ്പ് ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ വേണം പൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. ലൂസായിട്ടിരിക്കുമ്പോൾ പൈപ്പ് ചെയ്ത് കൊടുത്താലും ശരിയാവില്ല, ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാലും നന്നായിട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ക്രോസിൽ വെബ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ചും കൂടെ ബിൽഡിംഗ് ഒക്കെ ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സൈഡിലൊക്കെ കുറച്ചും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു വെബ് ഡിസൈൻ ഈ മുകൾ ഭാഗത്ത് മൊത്തത്തിൽ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ആ ഒരു ഫേസിൻ്റെ ഭാഗത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കേക്കിൻ്റെ മൊത്തത്തിലുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഇതിനു മുമ്പ് വിപ്പിംഗ് ക്രീം മാത്രം വെച്ചിട്ട് ഒരു സ്പൈഡർമാൻ തീമിൽ കേക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്